ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NFKannur കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു എഗ്ഗ് പെപ്പർ മസാലയാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ എഗ്ഗ് പെപ്പർ മസാല. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത് ഞാനല്ല, അനിയത്തിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് മസാല തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. പ്രഷർ കുക്കറിലാണ് നമ്മൾ ഈ എഗ്ഗ് മസാല തയ്യാറാക്കിയിരിക്കുന്നത്. ചൂടായ പ്രഷർ കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് പാത്രം വേണമെങ്കിലും ഈ എഗ്ഗ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പ്രഷർ കുക്കർ ആകുമ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കർ എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു. അതിലോട്ട് അല്പം കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 3 മീഡിയം സൈസിലുള്ള സവാളയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ നന്നേ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്പം കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോൾ സവാളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നോളും. സവാള നന്നായിട്ട് വെന്ത് വരണം, എന്നാൽ മാത്രമേ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒതുങ്ങിക്കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മസാല തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എഗ്ഗ് കൂടി പുഴുങ്ങിയെടുക്കണം. ഞാൻ എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും അതുപോലെ പച്ചമുളകും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ വെറും 2 പച്ചമുളക് മാത്രമാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിലോട്ട് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ കൂടി ചേർക്കുകയാണ്. ഇത്രയും വഴന്ന് കിട്ടിയാൽ മാത്രം മതി, നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയായപ്പോഴേക്കും ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. മൊബൈലിൻ്റെ ഫ്ലാഷ് ഓഫായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തു. അതുപോലെ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 3 വിസിലിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതൊരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. എഗ്ഗിൻ്റെ പുറം വശം ഞാൻ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ മസാല കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 6 എഗ്ഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ എഗ്ഗിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാം. പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനൊരു എഗ്ഗ് മസാല കഴിക്കുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റായിരുന്നു ഈ എഗ്ഗ് മസാലയ്ക്ക്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഞാൻ ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയായിരുന്നു തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അനിയത്തിയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും വെറൈറ്റികളായിട്ടുള്ള റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.